വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമസ്കാരത്തിലെ ഫാത്തിഹ, അതേപോലെ തന്നെ തശഹുദ്, അതേപോലെ സുജൂദിലും റുക്കൂഇലുമെല്ലാം വാജിബായി ചൊല്ലേണ്ടുന്ന അദ്കാറുകൾ, ഇതെല്ലാം അറബിയിൽ തന്നെ ആയിരിക്കണം. അവിടെ മലയാളം കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ സുജൂദിൽ അതിനുശേഷം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വാജിബായ ദിക്റിന് ശേഷമുള്ള പ്രാർത്ഥന നമുക്ക് മലയാളത്തിലാവാം. അതേപോലെ തന്നെ തശഹുദിലും തശഹുദിന് ശേഷമുള്ള പ്രാർത്ഥനകൾ നമുക്ക് മലയാളത്തിലാവാം. എന്നാൽ അതല്ലാതെ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് പകരം അത് മലയാളത്തിൽ ചൊല്ലുക, മലയാളത്തിൽ അതിന്റെ തഫ്സീർ പറയുക, അത് പാടില്ല, ഹറാമാണ്. ഫാത്തിഹ അതേപോലെ മലയാളത്തിലോ മറ്റു ഭാഷയിലോ അതും പാടില്ല. അതേപോലെ തന്നെ റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലും അതേപോലെ തന്നെ ഇടയിലിരുത്തത്തിലും സുജൂദിലുമൊക്കെ വാജിബായി ചൊല്ലേണ്ടുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം തന്നെ അറബിയിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം. 2ാം ക്ലാസ് മദ്രസ വിദ്യാഭ്യാസം പോലുമില്ലാത്ത മൗലവിയാണ് ഇദ്ദേഹമെന്ന് തോന്നുന്നില്ലേ കൂട്ടരെ?